ഹലോ, എല്ലാവർക്കും ആയിഷാസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കി വന്ന പുട്ട് കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. വെറും 2 മിനിറ്റ് മാത്രം മതിയാകും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. സ്നാക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കൂടെ കാണുന്ന ലൈക്കണ്ണിൽ ഓൾ എന്നതുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പുട്ടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അതേപോലെ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇത് പൊടിച്ചെടുക്കാൻ കുറച്ച് പാടായിട്ടുള്ളത്. ഞാൻ സാധാരണയായിട്ട് അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അത് നല്ല എളുപ്പമല്ലേ, പെട്ടെന്ന് നമുക്ക് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ച് എടുത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരത്തേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ പുട്ടുപൊടി ഈ എന്താ പറയുക അജ്മിയുടെ പുട്ടുപൊടി ഇല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടി വാട്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു പാടാണ്. ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ആ അജ്മിയുടെ പുട്ടുപൊടി വെച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാതും ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് കേട്ടോ. ബദാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നട്ട്സ് ഒന്നും ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മളാ പൊടിച്ച് വെച്ചിട്ടുള്ള പുട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പുട്ട് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതായത് ഒരു പുട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കറുത്ത എള്ളാണ് ചേർക്കുന്നത്. അപ്പോൾ എള്ളിൻ്റെ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയും അതുപോലെ എള്ളിൻ്റെ കൃഷിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മുടെ മധുരത്തിന് വേണ്ടുന്ന ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഈ പുട്ടിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ജീരകം നമ്മൾ നല്ല ജീരകമാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ എല്ലാതും മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയൊക്കെ മതിയാവും. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലും ആയി കിട്ടണം. അപ്പോൾ ഇനി ഞാനിതൊരു പെട്ടെന്ന് തന്നെ ഒരു ബൗളിലിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓരോന്നും ഉരുട്ടിയെടുക്കണം. ഓരോരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ പുട്ടുകൊണ്ട് ഉണ്ടാക്കണ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാനും അതുപോലെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. അതുപോലെ ഈ പുട്ടുകൊണ്ടുള്ള നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു അവലോസ് പൊടി, പുട്ടുകൊണ്ട് അവലോസ് പൊടി ഉണ്ടാക്കുന്നത് നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണണമെന്നുള്ള ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും ഇതുപോലെ ഉരുട്ടി നമുക്കൊരു പ്ലേറ്റിലിട്ട് മാറ്റി വയ്ക്കാം. അത് ഉരുട്ടിയെടുക്കുന്നതൊക്കെ എന്താ പറയുക റൗണ്ടിലോ ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി എടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ള ഒരു ഷേപ്പിലാക്കിയാണ് എടുക്കുന്നത്. ഞാൻ ഈ ഉണ്ട ഉരുട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും കറക്റ്റായിട്ട് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പിന്നെ വീഡിയോ എടുത്തെടുക്കണയാണ് കേട്ടോ. ഉള്ള ലൈറ്റൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കണതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ ഉരുളകളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പുട്ട് ബാക്കി വരുവാണെങ്കിലോ ഒക്കെ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.